കേരളം ആവശ്യപ്പെട്ടാൽ സിൽവർ ലൈൻ പദ്ധതി പരിശോധിക്കാമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യസഭയിലാണ് അദ്ദേഹം പ്രതികരണം. സിൽവർ ലൈൻ പ്രായോഗികമാണെന്ന് കരുതുന്നില്ല. അതിവേഗ റെയിൽ പാതയ്ക്കായി ഇ ശ്രീധരൻ ഓഫീസ് തുറന്നതിനെയും മന്ത്രി സ്വാഗതം ചെയ്തു. അതേസമയം പദ്ധതി പ്രഖ്യാപിക്കാത്തതിൽ കേന്ദ്രത്തെ വിമർശിച്ച് മുഖ്യമന്ത്രി രംഗത്ത് വന്നു. ഇ ശ്രീധരന്റെ പദ്ധതിയാണെങ്കിലും സർക്കാരിന് എതിർപ്പില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. Regarding the point about Kerala and the office that Dr. Sridharan has opened, I always welcome any person in the country who would like to contribute to the development of the country and development of the railway. റെയിൽവേ മന്ത്രി അപ്പോഴും കൃത്യമായി മറുപടി പറയുന്നില്ല. ഇ ശ്രീധരൻ ഓഫീസ് തുടങ്ങിയതിനെ പറ്റി പറഞ്ഞപ്പോൾ അത് സ്വാഗതാർഹമാണെന്നാണ്. ഓഫീസ് തുടങ്ങിയതുകൊണ്ട് കാര്യമായോ? പദ്ധതിക്ക് അനുമതി വേണ്ടേ? പദ്ധതി ഇ ശ്രീധരൻ എന്ന വ്യക്തിയാണോ ആരംഭിക്കേണ്ടത്? പദ്ധതിയുടെ പ്രഖ്യാപനം കേന്ദ്ര ഗവൺമെന്റിലെ നടത്തേണ്ടത്. ഞങ്ങൾക്ക് ഏത് പദ്ധതി ആയാലും പ്രശ്നമില്ല. ഞങ്ങൾ മുന്നോട്ട് വെച്ച പദ്ധതി ആയാലും ഇനി മറ്റൊരു പേരിലുള്ള പദ്ധതി ആയാലും അതിവേഗം പോകുന്ന റെയിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവണം.